ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ PS വേലായുധൻ്റെ ലോക ചരിത്രത്തിലെ 17ാം അധ്യായമാണ് മാസിഡോണിയൻ സാമ്രാജ്യം എന്നുള്ളത്. ഈജിയൻ കടലിൻ്റെ വടക്കു പടിഞ്ഞാറൻ കോണിൽ ഗ്രീക്ക് രാഷ്ട്രമായ തെസാലിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന മലകളും താഴ്വരകളും ഇടതിങ്ങിയ ഒരു രാജ്യമായിരുന്നു മാസിഡോണിയ. മാസിഡോണിയയെ ഒരു വൻകിട രാജ്യമായി വിപുലപ്പെടുത്തിയത് ഫിലിപ്പ് എന്ന പേരായ രാജാവാണ്. 18ാമത്തെ വയസ്സിൽ സ്ഥാനാരോഹണം ചെയ്ത ഫിലിപ്പ് BC 359 മുതൽ 336 വരെ മാസിഡോണിയയിലെ രാജാവായിരുന്നു. ഒരൊന്നാന്തരം സൈന്യത്തെ സജ്ജീകരിച്ച് അദ്ദേഹം അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് മാസിഡോണിയയോട് കൂട്ടിച്ചേർത്തു. മാസിഡോണിയ രാജ്യത്തെ കടലിൽ നിന്ന് വേർതിരിച്ചിരുന്ന ഗ്രീക്ക് കോളനികളെ കീഴടക്കിയ ശേഷം ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളായ തെസാലിയെയും ത്രേസിനെയും പരാജയപ്പെടുത്തി. ഏതൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് കോൺഫെഡറേഷൻ മാസിഡോണിയൻ ആക്രമണത്തെ ചെറുത്തുവെങ്കിലും BC 338 നടന്ന ഷീറോണിയ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയും താമസം വിന സ്പാർട്ട ഒഴികെയുള്ള എല്ലാ ഗ്രീക്ക് രാജ്യങ്ങളും ഫിലിപ്പിന് കീഴടങ്ങുകയും ചെയ്തു. അനന്തരം ഏഷ്യ മൈനർ ആക്രമിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് BC 336 തൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാൽ ഫിലിപ്പ് വധിക്കപ്പെട്ടത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മഹാസാമ്രാജ്യത്തിൻ്റെ അസ്ഥിവാരമിട്ടത് പിതാവായ ഫിലിപ്പ് രാജാവായിരുന്നു. മഹാനായ അലക്സാണ്ടറെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഫിലിപ്പിൻ്റെ പുത്രനായ അലക്സാണ്ടർ BC 356 ജനിച്ചത്. കോമളകളേബരനും അരോഗദൃഢഗാത്രനും വീരശൂരപരാക്രമിയുമായ അലക്സാണ്ടർ അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനായി വിദ്യാഭ്യാസം നടത്തിയതിന് ശേഷം BC 337 രാജ്യഭാരമേറ്റു. രാജാവായ അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കാനുള്ള ആവേശത്തോടുകൂടി വമ്പിച്ച സമരപരിപാടിയുമായി പുറപ്പെട്ടു. ആദ്യം പേർഷ്യൻ രാജാവായ ദാരിയസ് മൂന്നാമനെ തോൽപ്പിച്ച ശേഷം സിറിയയും പലസ്തീനും ആക്രമിച്ച് കീഴടക്കി. പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിഞ്ഞു. ഈജിപ്ത് പരാജയപ്പെട്ട് കീഴടങ്ങുകയും അലക്സാണ്ടർ അവിടുത്തെ ഫാറോ അഥവാ ചക്രവർത്തിയായി കിരീടം ധരിക്കുകയും ചെയ്തു. ഈജിപ്തിലെ നൈൽ നദീ തീരത്ത് അലക്സാണ്ടർ സ്ഥാപിച്ച അലക്സാണ്ട്രിയ നഗരം ഇന്നും ഐശ്വര്യപൂർണ്ണമായി നിലനിൽക്കുന്നു. ഈജിപ്തിൽ നിന്നും സൈന്യസമേതം കിഴക്കോട്ട് നീങ്ങി യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും കടന്ന് പേർഷ്യ രാജാവായ ദാരിയസ് മൂന്നാമനെ അർബല എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും പരാജയപ്പെടുത്തി. അടുത്തതായി ബാബിലോണും അയൽ രാജ്യങ്ങളും ആക്രമിച്ച് കീഴടക്കി. അവിടുന്ന് ഇറാനിൽ കൂടി BC 329 ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് കടന്ന് പഞ്ചാബിലെ പജാക്കന്മാരെയും പരാജയപ്പെടുത്തി. ഇവരിൽ പ്രമുഖൻ പോറസ് രാജാവായിരുന്നു. പഞ്ചാബിൽ നിന്ന് സൈന്യങ്ങളെ കിഴക്കോട്ട് നയിച്ച് ഗംഗാ സമതല പ്രദേശം കീഴടക്കണമെന്നായിരുന്നു അലക്സാണ്ടറുടെ അഭിലാഷം. എന്നാൽ നാട്ടിലേക്ക് മടങ്ങാൻ വെമ്പൽ കൊണ്ട തൻ്റെ യോദ്ധാക്കളിൽ പ്രകടമായ അസ്വസ്ഥത മൂലം അദ്ദേഹം തിരിച്ചു പോവുകയും ബാബിലോൺ വഴി ബലൂചിസ്ഥാനിൽ എത്തുകയും ചെയ്തു. അവിടെ വെച്ച് അലക്സാണ്ടർ രോഗബാധിതനായി BC 323 തൻ്റെ 33ാമത്തെ വയസ്സിൽ വീരചരമമടഞ്ഞു. ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും സമർത്ഥന്മാരായ യുദ്ധവീരന്മാരിൽ ഒരാളാണ് അലക്സാണ്ടർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ താല്പര്യവും സാമർത്ഥ്യവും സമരരംഗങ്ങളിൽ മാത്രമായിരുന്നില്ല. ഗ്രീക്ക് സംസ്കാരത്തിൽ പടുത്തുയർത്തിയ ഒരു ലോകരാഷ്ട്രം വാർത്തെടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം. യുദ്ധരംഗത്ത് അദ്ദേഹം ഏറ്റവും നിഷ്ഠൂരമായി പ്രവർത്തിക്കാൻ മടിച്ചിരുന്നെങ്കിലും ശത്രുമിത്ര ഭേദമന്യേ മറ്റുള്ളവരുടെ മഹത്വം മാനിക്കുവാനുള്ള മഹാമനസ്കത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാനുള്ള വിശാല മനസ്ഥിതിയും അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. അദ്ദേഹം കീഴടക്കിയ രാജ്യങ്ങളിലെല്ലാം ഗ്രീക്ക് സംസ്കാരം പ്രചരിപ്പിക്കുകയും അങ്ങനെ പാശ്ചാത്യ സംസ്കാരവും പൗരത്വ സംസ്കാരവും തമ്മിലുള്ള സംയോജനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അലക്സാണ്ടർ തൻ്റെ വിസ്തൃതമായ സാമ്രാജ്യത്തിൽ പലയിടത്തുമായി 70-ലധികം ഗ്രീക്ക് സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളായ നിരവധി ക്ഷേത്രങ്ങളും നാടകശാലകളും പടുത്തുയർത്തുകയും ചെയ്തു. അലക്സാണ്ടർ ചക്രവർത്തി ചരിത്രത്തിൽ മഹാനായ അലക്സാണ്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കരുത്തന്മാരായ പ്രതിയോഗികളെ കീഴടക്കി അനേകം രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച അസാധാരണനായ രണധീരനും ജേതാവും എന്ന നിലയിൽ അദ്ദേഹം മഹാനായിരുന്നു. എന്നാൽ ബുദ്ധനും ക്രിസ്തുവും അശോകനും മഹാന്മാരായിരുന്ന അർത്ഥത്തിൽ അലക്സാണ്ടർ മഹാനായിരുന്നുവെന്ന് പറയാൻ നിവൃത്തിയില്ല. അദ്ദേഹം ക്രൂരനായ യോദ്ധാവും സ്വേച്ഛാധിപതിയായ ഭരണകർത്താവുമായിരുന്നു. അഹംഭാവവും സ്വാർത്ഥ താല്പര്യവും വികാര വിക്ഷോഭവും അദ്ദേഹത്തിൻ്റെ പ്രധാന സ്വഭാവ ദൂഷ്യങ്ങളായിരുന്നു. അമിതമായ മദ്യപാനത്തിൻ്റെ അടിമയുമായിരുന്നു അദ്ദേഹം.
സ്വന്തം സാമ്രാജ്യത്തിന് ശാശ്വതമായ നിലനിൽപ്പ് നേടിക്കൊടുക്കാൻ അദ്ദേഹം സൃഷ്ടിപരമായി പറയത്തക്ക യാതൊന്നും ചെയ്തില്ല. അതിനാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം തൻ്റെ സാമ്രാജ്യവും കാലഗതി പ്രാപിച്ചു. ഇനി നമുക്ക് 18ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഹെല്ലനിക് യുഗത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അലക്സാണ്ടറുടെ മരണത്തിനും റോമക്കാർ ഈജിപ്ത് രാജ്യം കീഴടക്കിയതിനുമിടയ്ക്കുള്ള 3 ശതാബ്ദക്കാലം, അതായത് BC 320 മുതൽ 30 വരെയുള്ള കാലമാണ് ഹെല്ലനിക് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അലക്സാണ്ടർ മരണമടഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രധാന സേനാനായകന്മാർ സാമ്രാജ്യം പങ്കുവച്ചെടുക്കാൻ ഒരുങ്ങിയപ്പോൾ അവരുടെ താഴേക്കിടയിലുള്ള സൈനിക തലവന്മാർ ഈ സംരംഭത്തെ എതിർത്തു. ഇതിൻ്റെ ഫലമായി പല സമരങ്ങളും നടന്നു. BC 301 നടന്ന ഇപ്സസ് യുദ്ധമാണ് ഇവയിൽ അവസാനത്തേത്. ഈ യുദ്ധത്തിലെ ജേതാക്കൾ സാമ്രാജ്യം വിഭജിച്ചെടുത്തു. അങ്ങനെ സെലൂക്കസ് എന്ന സേനാനായകൻ പേർഷ്യ, മെസപ്പൊട്ടോമിയ, സിറിയ എന്നീ രാജ്യങ്ങളുടെ അധിപനായി. ലിസിമാക്കസിന് ഏഷ്യ മൈനറിൻ്റെയും ത്രേസിൻ്റെയും ആധിപത്യം ലഭിച്ചു. കസാൻഡർ മാസിഡോണിയയുടെയും ഭരണാധികാരിയായി മാറി. ഈജിപ്ത് ഭരിച്ചിരുന്ന ടോളമി ഫിനീഷ്യയും പലസ്തീനും രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. 20 വർഷത്തിനു ശേഷം സെലൂക്കസ് ലിസിമാക്കസിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വധിക്കുകയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ സ്വന്തം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. BC 146-നും 30-നും ഇടയ്ക്ക് ഹെല്ലനിക് യുഗത്തിൻ്റെ അന്ത്യം കുറിച്ചു. ഹെല്ലനിക് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ഹെല്ലനിക് സംസ്കാരം അഥവാ യവന സംസ്കാരം അലക്സാണ്ടർ ആക്രമിച്ചു കീഴടക്കിയ പല സ്ഥലങ്ങളിലും രൂഢമായി വേരൂന്നി. ഈജിപ്തിലെ അലക്സാണ്ട്രിയയും സിറിയൻ ആൻറ്റിയോക്കും ഏഷ്യ മൈനറിൽ പെർഗാമം എന്ന നഗരവും റോഡ് ദ്വീപിൽ റോഡ്സ് നഗരവുമായിരുന്നു ഹെല്ലനിക് സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. യവന സംസ്കാരവും ഈ പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പൗരസ്ത്യ സംസ്കാരങ്ങളും തമ്മിൽ സങ്കലനമുണ്ടായിരുന്നതിൻ്റെ ഫലമായി ഒരു സാർവജനീന സംസ്കാരം സംജാതമായി. ഹെല്ലനിക് സംസ്കാരത്തിൻ്റെ മൗലിക കേന്ദ്രം ഈജിപ്തായിരുന്നു. അലക്സാണ്ടറുടെ പ്രഗത്ഭ സേനാനായകന്മാരിൽ ഒരാളായ ടോളമി BC 323 ഈജിപ്തിലെ ഭരണാധിപതിയായി. അങ്ങനെ ഈജിപ്തിൽ ടോളമി രാജവംശം സ്ഥാപിക്കപ്പെട്ടു. ടോളമി രാജവംശത്തിൻ്റെ ഭരണകാലമായിരുന്നു ഹെല്ലനിക് യുഗം. സാമ്പത്തിക വികാസത്തെക്കുറിച്ച് നോക്കാം. ഹെല്ലനിക് യുഗത്തിൽ വമ്പിച്ച സാമ്പത്തിക വികാസമുണ്ടായി. കൃഷി, കച്ചവടം, സാമ്പത്തിക ഘടന എന്നിവയിലെല്ലാം വലിയ പരിവർത്തനങ്ങൾ സംഭവിച്ചു. അലക്സാണ്ടറുടെ പിൻഗാമികൾ കൃഷിഭൂമികൾ ഭൂവുടമകളിൽ നിന്നും കണ്ടുകെട്ടി സർക്കാർ വകയാക്കി. അവ ഭരണാധികാരിയുടെ സിൽബന്ദികൾക്ക് ദാനം ചെയ്യുകയോ കുടിയാന്മാരെ ഏൽപ്പിക്കുകയോ ചെയ്തു. എല്ലാ തരത്തിലും കൃഷിഭൂമി കർശനമായ സർക്കാർ നിയന്ത്രണത്തിലായി മാറി. ഫലമോ യഥാർത്ഥ കർഷകർ കഷ്ടത്തിലായി എന്നത് തന്നെ. ഈജിപ്തിലും സെലൂസിഡ് സാമ്രാജ്യത്തിലും ഭരണാധിപന്മാർ വാണിജ്യവും വ്യവസായവും പ്രോത്സാഹിപ്പിച്ചു. ഈജിപ്തിലെ ടോളമികൾ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും തന്നെ ഗവൺമെൻറ് ഉടമയിൽ വ്യവസായശാലകളും പീടികകളും ആരംഭിച്ചു. കൂടാതെ സ്വകാര്യ ഉടമയിലുള്ള എല്ലാ സാമ്പത്തിക സംരംഭങ്ങളുടെ മേലും ഗവൺമെൻറ്റിൻ്റെ കർശനമായ നിയന്ത്രണമുണ്ടായിരുന്നു. വാണിജ്യ വികസനത്തിന് സർക്കാർ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്തു. തുറമുഖങ്ങൾ വികസിപ്പിക്കുക, റോഡുകളും തോടുകളും നിർമ്മിക്കുക, യുദ്ധക്കപ്പലുകളുടെ സഹായത്തോടെ സമുദ്രത്തിൽ സംരക്ഷണം നൽകുക മുതലായി പലതും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. കൂടാതെ ഈജിപ്തിലെ ടോളമി ഭൂമിശാസ്ത്രജ്ഞന്മാരെ നാടക പര്യടനത്തിനയച്ചു. വിദൂര വിപണികൾ കണ്ടുപിടിക്കുന്നതിലും ബദ്ധശ്രദ്ധരായിരുന്നു. ഇതിൻ്റെ ഫലമായി ഈജിപ്തിൻ്റെ വിദേശ വ്യാപാരം അത്യന്തം അഭിവൃദ്ധിപ്പെട്ടു. അറേബ്യയിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളും, സൈപ്രസിൽ നിന്ന്, ചെസീനയിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും സ്വർണവും, ബ്രിട്ടനിൽ നിന്ന് തകരവും, ന്യൂബിയയിൽ നിന്ന് ദന്തവും, ഉത്തര ഈജിയനിൽ നിന്നും സ്പെയിനിൽ നിന്നും വെള്ളിയും, ഏഷ്യ മൈനറിൽ നിന്നും മിനുസമുള്ള പരവതാനികളും, ചൈനയിൽ നിന്ന് പട്ടുവസ്ത്രങ്ങളും അലക്സാണ്ട്രിയ തുറമുഖത്തേക്ക് പ്രവഹിച്ചു. സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഫലമായി മൂലധനവും നാണയ സമ്പത്തും വർദ്ധിച്ചു. ക്രയവിക്രയത്തെ സഹായിക്കുവാൻ സർക്കാർ വക ബാങ്കുകളും നിലവിൽ വന്നു. പുതിയ സാമ്പത്തിക സാമൂഹിക സംവിധാനത്തിൽ പല പട്ടണങ്ങളും ഉയർന്നു വന്നു. ഗ്രാമജീവിതത്തിൽ വിമുഖരായ പല പരിഷ്കാരികളും പട്ടണത്തിലേക്ക് പാർപ്പിടം മാറ്റി. പട്ടണങ്ങളിൽ ചിലത് വൻകരകളായി വളർന്നു. സിറിയയിലെ ആൻറ്റിയോക്ക്, ടൈഗ്രീസ് നദീതീരത്തിലെ സെലൂഷ്യ, ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്നിവ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഏറ്റവും വലിയ ഹെല്ലനിക് നഗരം അലക്സാണ്ട്രിയ ആയിരുന്നു. അവിടുത്തെ ജനസംഖ്യ ഏകദേശം 10 ലക്ഷം വരുമായിരുന്നത്രേ. വലുപ്പത്തിലും പ്രൗഢിയിലും അതിനെ ജയിക്കാൻ മറ്റൊരു നഗരമുണ്ടായിരുന്നില്ല. തറപാകിയ വീഥികളും രമ്യഹർമ്മ്യങ്ങളും മനോഹരങ്ങളായ പാർക്കുകളും കാഴ്ച ബംഗ്ലാവും 7,50,000 ഗ്രന്ഥങ്ങളടങ്ങിയ ഗ്രന്ഥശാലയും അലക്സാണ്ട്രിയ നഗരത്തിൻ്റെ സവിശേഷതകളായിരുന്നു. പൊതുവെ ഹെല്ലനിക് യുഗം സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമായിരുന്നു. എന്നാൽ ഈ സമൃദ്ധി
ജന്മിമാരിലും പണക്കാരിലും മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു എന്ന് വേണം പറയാൻ. സാമാന്യ ജനങ്ങൾക്ക് കുറഞ്ഞ കൂലിയും വർദ്ധിച്ച ജീവിത ചെലവും നിമിത്തം ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നു അനുഭവം. ഇനി തത്വചിന്തയെക്കുറിച്ച് നോക്കുമ്പോൾ ഹെല്ലനിക് സംസ്കാരത്തിൻ്റെ സ്വാധീനം പുതിയ തത്വചിന്ത സരണികൾക്ക് ജന്മം നൽകി. സിനിക്കുകൾ, സ്റ്റോയിക്കുകൾ, എപ്പിക്യൂറിയന്മാർ, സ്കെപ്റ്റിക്കുകൾ എന്നിവരുടെ വീക്ഷണഗതികളായിരുന്നു ഇക്കൂട്ടരിൽ പ്രധാനം. പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ജീവിക്കണമെന്നായിരുന്നു സിനിക്ക് സിദ്ധാന്തം. സിനിക്കുകൾ ഭൗതിക സുഖ സൗകര്യങ്ങൾ, ശുചിത്വത്തെ പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ശത്രുക്കളായി കണക്കാക്കിയിരുന്നു. സ്റ്റോയിക് തത്വശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് സെമിറ്റിക് വർഗ്ഗക്കാരനായ സിനോ എന്ന ദാർശനികനായിരുന്നു. മനുഷ്യൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ആത്മനിവൃത്തിക്ക് നിദാനം മനഃശാന്തിയും സ്വസ്ഥതയുമാണെന്നാണ് സ്റ്റോയിക് സിദ്ധാന്തം അനുശാസിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് ദൈവമാണ്, ദൈവം യുക്തിയുടെ പര്യായവും. അതിനാൽ പ്രപഞ്ചം യുക്തിയിലും നന്മയിലും അധിഷ്ഠിതമാണ്. മനുഷ്യർ യുക്തിക്കും പ്രകൃതിക്കും അനുസൃതമായി ജീവിക്കണം. സമുദായത്തിൽ നിന്നകന്ന് മനുഷ്യൻ ഏകാന്ത ജീവിതം നയിക്കണമെന്നായിരുന്നു സിനിക്ക് സിദ്ധാന്തം. പൊതുജീവിതവുമായി അലിഞ്ഞു ചേരണമെന്നായിരുന്നു സ്റ്റോയിക് സിദ്ധാന്തം. സർവശക്തനായ ദൈവത്തിലും സർവമാനവ സമത്വത്തിലുമുള്ള വിശ്വാസമായിരുന്നു സ്റ്റോയിക് തത്വചിന്തയുടെ മൗലിക പ്രമാണം. സ്റ്റോയിക് ചിന്തകർ അടിമത്തത്തെയും യുദ്ധമനോഭാവത്തെയും കഠിനമായി അപലപിച്ചു. നിഷേധാത്മകമാണെങ്കിലും സ്റ്റോയിക് തത്വചിന്തയാണ് ഹെല്ലനിക് യുഗത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സംഭാവന. സ്റ്റോയിക് തത്വചിന്ത പ്രചരിപ്പിച്ച സമത്വം, സാഹോദര്യം, ഏകദൈവ വിശ്വാസം, മനുഷ്യസ്നേഹം, സമാധാനകാംക്ഷ എന്നിവ ക്രിസ്തുമത തത്വങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്റ്റോയിക് സിദ്ധാന്തം സമുദായത്തിനല്ല വ്യക്തിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്രകാരം വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്ന മറ്റൊരു തത്വചിന്തയാണ് എപ്പിക്യൂറിയൻ സിദ്ധാന്തം. അത്തീനിയൻ തത്വചിന്തകനായ എപ്പിക്യൂറസ് ആണ് ഈ തത്വചിന്തയുടെ സ്ഥാപകൻ. എപ്പിക്യൂറസിൻ്റെ ചിന്തകന്മാർ എപ്പിക്യൂറിയന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൗതിക പ്രപഞ്ചം പരമാണുക്കളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും ശരീരം നശിക്കുന്നതോടുകൂടി നശിക്കുമെന്നുമായിരുന്നു എപ്പിക്യൂറിയൻ സിദ്ധാന്തം. സുഖമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മ. ശാരീരികവും മാനസികവുമായ വേദനയിൽ നിന്നുള്ള വിമുക്തിയാണ് യഥാർത്ഥ സുഖം. മനസ്സിൽ നിന്ന് ഭയം നിശേഷം നശിച്ചാൽ മാത്രമേ യഥാർത്ഥ സുഖം അനുഭവപ്പെടുകയുള്ളൂ. ആത്യന്തിക നീതി എന്നൊന്നില്ല. വ്യക്തിയുടെ ക്ഷേമത്തിന് സഹായകമാകുന്ന നിയമത്തിനും സ്ഥാപനങ്ങൾക്കും മാത്രമേ നീതീകരണമുള്ളൂ. മേൽപ്പറഞ്ഞ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന എപ്പിക്യൂറിയൻ സിദ്ധാന്തം തികച്ചും ഒരു ഭൗതിക സിദ്ധാന്തമാണ്. ഹെല്ലനിക് യുഗത്തിൽ ഉയർന്നു വന്ന മറ്റൊരു തത്വചിന്താ പ്രസ്ഥാനമാണ് സ്കെപ്റ്റിസിസം. BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എപ്പിക്യൂറസിൻ്റെ സമകാലീനനായ പിറോ എന്ന തത്വചിന്തകനാണ് ഇതിൻ്റെ സ്ഥാപകൻ. അറിവ് മനുഷ്യൻ ഇന്ദ്രിയ ശക്തി കൊണ്ട് ഗ്രഹിക്കുന്നതാണെന്നും ഇങ്ങനെ ഗ്രഹിക്കുന്ന പലതും യഥാർത്ഥമായി തോന്നാമെങ്കിലും അയഥാർത്ഥകമായി വരാവുന്നതിനാൽ മനുഷ്യനെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ടെന്നും ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന് ആർക്കും ശരിയായ ജ്ഞാനമില്ലാത്തതിനാൽ ഒന്നിനെപ്പറ്റിയും അന്തിമമായ തീരുമാനത്തിലെത്തുന്നത് ശരിയല്ലെന്നുമായിരുന്നു സ്കെപ്റ്റിക് സിദ്ധാന്തം. സ്കെപ്റ്റിക് തത്വചിന്തയുടെ ഒരു പരാജയ മനോഭാവം ദൃശ്യമാണ്. തനിക്ക് മനസ്സിലാക്കാനോ നന്നാക്കാനോ കഴിയാത്ത ലോകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള വ്യക്തിയുടെ വെമ്പലാണ് സ്കെപ്റ്റിസിസത്തിൽ അന്തർലീനമായ മനഃശാസ്ത്രം. ഇനി സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഹെല്ലനിക് സംസ്കാരത്തിൻ്റെ സത്യസന്ധമായ പ്രതിഫലനമായിരുന്നു ഈ കാലഘട്ടത്തിലെ സാഹിത്യം. നാടക സാഹിത്യ കൃതികൾ അധികവും ശുഭാന്തവും അവയിലെ പ്രധാന പ്രമേയം സുഖദുഃഖ സമ്മിശ്രമായ പ്രേമബന്ധങ്ങളുമായിരുന്നു. ശുഭാന്ത നാടക കൃത്തുക്കളിൽ പ്രഥമഗണനീയനായിരുന്ന ബെനാർദർ ഗ്രാമീണ ജീവിതത്തിൻ്റെ അകൃത്രിമ സൗന്ദര്യത്തെ ചിത്രീകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രാമീണ കവിതകളും ഹെല്ലനിക് സാഹിത്യ സംഭാവനയിൽ അപ്രധാനമല്ലാത്ത സ്ഥാനം വഹിക്കുന്നുണ്ട്. ഗ്രാമീണ കവികളിൽ അഗ്രഗണ്യൻ സൈറാക്യൂസ് സ്വദേശിയായ തിയോക്രീറ്റസ് ആണ്. ചരിത്രം, ജീവചരിത്രം, ആദർശലോക വിഭാവനം എന്നിവയായിരുന്നു ഗദ്യസാഹിത്യത്തിൽ പുഷ്ടി പ്രാപിച്ച പ്രധാന ശാഖകൾ. BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പൊളീബിയസ് ആയിരുന്നു ഹെല്ലനിക് യുഗത്തിലെ ചരിത്രകാരന്മാരിൽ അഗ്രഗണ്യൻ. ശാസ്ത്രീയ സമീപനത്തിലും സത്യനിഷ്ഠയിലും പൗരാണിക ചരിത്രകാരന്മാരിൽ പൊളീബിയസിനെ ജയിക്കാൻ ഗ്രീക്ക് ചരിത്രകാരനായ തൂസിഡസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സാമൂഹിക സാമ്പത്തിക ശക്തികളുടെ പ്രാധാന്യം തൂസിഡസിനേക്കാൾ കൂടുതൽ പൊളീബിയസ് മനസ്സിലാക്കിയിരുന്നു. ഹെല്ലനിക് യുഗത്തിൽ സാഹിത്യത്തിൻ്റെ പേരിൽ അനേകം ക്ഷുദ്രകൃതികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 1100 ഗ്രന്ഥകാരന്മാരുടെ പേരുകൾ ഇതുവരെ കണ്ടുകിട്ടിയിട്ടുണ്ടത്രേ. കൊല്ലം തോറും ഈ നീണ്ട പട്ടികയിൽ പുതുതായി പേരുകൾ ഉൾപ്പെടുന്നുമുണ്ട്. എന്നാൽ ഈ സാഹിത്യകാരന്മാരുടെ കൃതികൾ മിക്കതും പുതുമഴയിൽ പുറത്തുവരുന്ന ഇയ്യാമ്പാറ്റകളെ പോലെ ക്ഷണഭങ്കുരങ്ങളായിരുന്നു. ഈജിപ്തിൽ ടോളമി രാജാക്കന്മാർ 5 ലക്ഷത്തിലധികം ഗ്രന്ഥങ്ങളടങ്ങിയ ഒരു മഹാഗ്രന്ഥശാല സ്ഥാപിച്ചിരുന്നതിനെ പറ്റി നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ.
പണ്ഡിതന്മാരും ഗവേഷകന്മാരും രാജാവിൻ്റെ രക്ഷാധികാരത്തിന് കീഴിൽ സ്വച്ഛന്തം പഠന ഗവേഷണങ്ങൾ നടത്തിയിരുന്ന ഒരു ഗവേഷണശാലയും അലക്സാണ്ട്രിയയിൽ സ്ഥാപിതമായിരുന്നു. ഇനി കലയെക്കുറിച്ച് നോക്കുമ്പോൾ പെരിക്ലിയൻ യുഗത്തിലെ ഗ്രീക്ക് കലയിൽ ദൃശ്യമായിരുന്ന ഔന്നത്യബോധവും ഹെല്ലനിക് യുഗത്തിലെ കലയിൽ ഉണ്ടായിരുന്നുവെന്ന് പറയാൻ നിവൃത്തിയില്ല. ലാളിത്യം, സംയമനം, മനുഷ്യത്വം, സന്തുലിതത്വം എന്നീ ഗുണവിശേഷങ്ങളുടെ വിളനിലമായിരുന്നു പെരിക്ലിയൻ യുഗത്തിലെ ഗ്രീക്ക് കല. ഹെല്ലനിക് യുഗത്തിലെ കലയിലാവട്ടെ ബാഹ്യപ്രൗഢിയും ധാരാളിത്വവും വികാരാവിഷ്കാരത്തിൻ്റെ അതിഭാവുകത്വവും ഒഴിച്ചു കാണാം. ക്ലാസിക്കൽ ഗ്രീസിലെ ലളിത സുന്ദരങ്ങളായ ദേവാലയങ്ങൾക്ക് പകരം ഹെല്ലനിക് യുഗത്തിൽ അതിരുകവിഞ്ഞ പ്രതാപത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പ്രതീകങ്ങളായ പടുകൂറ്റൻ കൊട്ടാരങ്ങളാണ് ഉയർന്നു വന്നത്. അലക്സാണ്ട്രിയയിൽ പടുത്തുയർത്തിയ ദീപസ്തംഭത്തിന് 400 അടി പൊക്കമുണ്ടായിരുന്നു അത്രേ. ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ട പ്രതിമകൾ ഭീമാകാരങ്ങളും നിർജീവങ്ങളുമായിരുന്നു. ഇതിന് അപവാദങ്ങളായി അപൂർവം ചില കലാസൃഷ്ടികൾ ഉണ്ടാകാതിരുന്നില്ല. ഇനി ശാസ്ത്രത്തെക്കുറിച്ച് പറയാം. 17-ാം നൂറ്റാണ്ടിന് മുമ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ശാസ്ത്രയുഗം ഹെല്ലനിക് യുഗമായിരുന്നു. ഭൂമിശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഊർജ്ജതന്ത്രം എന്നിവയിൽ വിസ്മയകരമായ പുരോഗതിയുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഭൂമിശാസ്ത്രത്തിൽ ഇക്കാലത്ത് അതിമഹത്തായ നേട്ടങ്ങളുണ്ടായി. ഭൂമി ഗോളാകൃതിയിലാണെന്നുള്ള സിദ്ധാന്തം BC 3-ാം നൂറ്റാണ്ടിലെ ഹെല്ലനിക് ഭൂമിശാസ്ത്രജ്ഞന്മാർ ഉന്നയിച്ചിരുന്നു. അലക്സാണ്ട്രിയയിലെ പ്രധാന ലൈബ്രറിയനായിരുന്ന എറട്ടോസ്തനിസ് മികച്ച ഭൂമിശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. അന്നത്തെ ഭൂമിശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് ശാസ്ത്രജ്ഞർ അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. ജ്യോതിശാസ്ത്രത്തിലെ അഗ്രഗണ്യൻ സമോസിലെ അരിസ്റ്റാർക്കസ് ആയിരുന്നു. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു എന്നുള്ള സിദ്ധാന്തം അദ്ദേഹം ഉന്നയിച്ചു. എന്നാൽ കോപ്പർനിക്കസിൻ്റെ കാലം വരെ അരിസ്റ്റാർക്കസിൻ്റെ അനന്തരഗാമികൾ ഈ സിദ്ധാന്തം അംഗീകരിച്ചില്ല. അതിനാൽ ഹെല്ലനിക് കോപ്പർനിക്കസ് എന്ന അപരാഭിധാനത്തിലും അരിസ്റ്റാർക്കസ് അറിയപ്പെടാറുണ്ട്. മറ്റൊരു സുപ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു അലക്സാണ്ട്രിയയിലെ ടോളമി. സ്വന്തമായി അധികമൊന്നും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടില്ല. തൻ്റെ മുൻഗാമികളുടെ സംഭാവനകളെ ചിട്ടപ്പെടുത്തി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം. ഗണിതജ്ഞന്മാരിൽ ഏറ്റവും പ്രസിദ്ധൻ BC 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഗ്രീക്കുകാരനായ യൂക്ലിഡാണ്. ജ്യാമിതിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം 2000 വർഷത്തിലധികം കാലം പാഠപുസ്തകമായി നിലനിന്നിട്ടുണ്ട്. സൈറാക്യൂസ് സ്വദേശിയായ ആർക്കിമിഡീസ് മറ്റൊരു പ്രമുഖ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. ബീജഗണിതത്തിൻ്റെയും ജാമിതിയുടെയും തത്വങ്ങൾ പ്രയോഗിച്ച് അദ്ദേഹം ശാസ്ത്രമണ്ഡലത്തിൽ പല പുതിയ സിദ്ധാന്തങ്ങളും ആവിഷ്കരിച്ചു. ഊർജ്ജതന്ത്രത്തിൻ്റെ പുരോഗതിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന അളവറ്റതാണ്. വിശിഷ്ട ഘനതത്വ നിയമം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ലിവറിൻ്റെ പ്രവർത്തന തത്വങ്ങൾ പ്രയോഗിച്ച് ആർക്കിമിഡീസ് നിർമ്മിച്ച ഒരു യന്ത്രത്തോക്കിൻ്റെ സഹായത്തോടെ സൈറാക്യൂസ് രാജാവിന് ഒറ്റയ്ക്കൊരു കൂറ്റൻ കപ്പൽ നീക്കാൻ കഴിഞ്ഞു അത്രേ. BC 2-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന അതിപ്രഗത്ഭനായ ഒരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ഹിപ്പാർക്കസ്. ചന്ദ്രൻ്റെ വ്യാസവും ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരവും മിക്കവാറും ശരിയായി ഗണിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹെല്ലനിക് യുഗത്തിൽ ഏറ്റവും വലിയ ശാസ്ത്രീയ പുരോഗതി ഉണ്ടായത് വൈദ്യമണ്ഡലത്തിലാണ്. അലക്സാണ്ടർ തൻ്റെ പടയോട്ടങ്ങൾക്കിടയിൽ ഏഷ്യയിൽ നിന്ന് കണ്ടുകിട്ടിയ പല ചെടികളെയും ജീവികളെയും ഗുരുനാഥനായ അരിസ്റ്റോട്ടലിന് അയച്ചു കൊടുത്തത് ജൈവശാസ്ത്രത്തിൻ്റെ പുരോഗതിയെ അത്യധികം സഹായിച്ചു. ടോളമി രാജാക്കന്മാർ നിരവധി വിചിത്ര മൃഗവർഗ്ഗങ്ങളടങ്ങിയ ഒരു മൃഗശാല സ്ഥാപിച്ചതോടുകൂടി പ്രസ്തുത ശാസ്ത്രത്തിന് അഭൂതപൂർവമായ വികാസമുണ്ടായി. ജൈവശാസ്ത്രത്തിൻ്റെ പുരോഗതി വൈദ്യശാസ്ത്രത്തിൻ്റെയും ശരീരഘടനാശാസ്ത്രത്തിൻ്റെയും വളർച്ചയെ വളരെയധികം സഹായിച്ചു. പൗരാണിക കാലത്തെ ഏറ്റവും വലിയ ശരീരഘടനാ ശാസ്ത്രജ്ഞൻ 3-ാം ശതകത്തിൻ്റെ ആരംഭത്തിൽ ഗവേഷണം നടത്തിയിരുന്ന ചാൽസിഡോണിലെ ഹെറോഫിലസ് ആണ്. തലച്ചോറിൻ്റെ വിശദാംശങ്ങളെ അപഗ്രഥിച്ച് അവ ഓരോന്നിൻ്റെയും പ്രവർത്തനം വ്യക്തമാക്കുകയും നാഡീസ്പന്ദനത്തിൻ്റെ പ്രാധാന്യവും രോഗം നിർണയിക്കുന്നതിൽ നാഡീ പരിശോധനയ്ക്കുള്ള സ്ഥാനവും കണ്ടുപിടിക്കുകയും ചെയ്തതാണ് അദ്ദേഹം വൈദ്യശാസ്ത്രത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ധമനികളിൽ രക്തവും വായുവും കലർന്നിരിക്കുന്നു എന്നുള്ള അരിസ്റ്റോട്ടലിൻ്റെ സിദ്ധാന്തത്തിന് വിപരീതമായി രക്തം മാത്രമേ ഉള്ളൂ എന്ന അംഗീകൃത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹെറോഫിലസ് ആണ്. ഹൃദയത്തിൽ നിന്ന് വിവിധ ശരീരഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ധർമ്മമാണ് ധമനികൾ നിർവഹിക്കുന്നതെന്ന് കണ്ടുപിടിച്ചതും അദ്ദേഹമാണ്. 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഇറാസിസ്ട്രാറ്റസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഹെറോഫിലസിൻ്റെ പിൻഗാമികളിലെ ഏറ്റവും പ്രമുഖൻ. ഫിസിയോളജി ഒരു പ്രത്യേക ശാസ്ത്രമെന്ന നിലയിൽ വളരാൻ വിത്തുപാകിയത് ഇദ്ദേഹമാണ്.
പ്രായോഗിക സയൻസിൻ്റെ വികാസത്തിൽ ഏറ്റവും വിലപ്പെട്ട സംഭാവന നൽകിയത് അലക്സാണ്ട്രിയ ദേശക്കാരനായ ഹിറോണാണ്. ഇദ്ദേഹം BC 1-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അഗ്നിശമന യന്ത്രം, ആവിയന്ത്രം തുടങ്ങിയ അനവധി യന്ത്രങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. പമ്പ്, ജലശക്തി യന്ത്രം, അലക്കിയന്ത്രം, സൂര്യഘടികാരം തുടങ്ങിയ പല കണ്ടുപിടുത്തങ്ങളും ഹെലനിക് യുഗത്തിൻ്റെ സംഭാവനകളാണ്. ഹെലനിക് സംസ്കാരം മാനവ പുരോഗതിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അളവറ്റതാണ്. മാസിഡോണിയൻ സാമ്രാജ്യം ഗ്രീക്കും ഈജിപ്തും പശ്ചിമേഷ്യയും തമ്മിൽ കൂട്ടിയിണക്കി ഒരു സങ്കര സംസ്കാരം വാർത്തെടുത്തു. ഈ രാജ്യങ്ങളെ കീഴടക്കിയ റോമ റിപ്പബ്ലിക്ക് ഈ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിന് വിധേയമായി. അങ്ങനെ ഹെലനിക് സാംസ്കാരിക പൈതൃകം റോമക്കാർ വഴി യൂറോപ്പിലേക്കും പശ്ചിമേഷ്യയിലേക്കും സംക്രമിച്ചു. ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി 19ാമത്തെ ചാപ്റ്റർ റോമ റിപ്പബ്ലിക് ആണ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.